മോൺസ്റ്റർ. ഈ സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവ്, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ മടല് വെട്ടി അടിച്ചു ഓടിക്കണം. കാരണം ഇതിനൊന്നുമില്ല. UV അഥവാ ഉദയകൃഷ്ണ വൈശാഖ് യൂണിവേഴ്സിലെ ഏജന്റ് എക്സിന്റെ അടുത്ത പിറവി. യെസ്, വൺ ആൻഡ് ഓൺലി മോൺസ്റ്റർ. ഏജന്റ് പടമെന്നും പറഞ്ഞ് ഇമാതിരി അവരാധം തന്നെ പടച്ചു വിടണം കേട്ടോടാ. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ ഭർത്താവ് മൊത്തം സന്തോഷമായി കഴിയുന്ന ഒരു കുടുംബിനിയാണ് ഹണി. അങ്ങനെ ഒരു ദിവസം ടാക്സി കമ്പനിയിൽ ജോലി ചെയ്യുന്നവൾ കമ്പനി ഉടമയുടെ പാർട്ണറായ ലക്കി സിംഗിനെ വിളിക്കാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എയർപോർട്ടിൽ വെച്ച് ലക്കി സിംഗ് അഥവാ ഏട്ടൻ ഹണിയെ കണ്ടുമുട്ടും. പക്ഷെ ഹണിയെ കണ്ട ഉടനെ തന്നെ ഏട്ടൻ ഒന്ന് ട്യൂൺ ചെയ്യാൻ ശ്രമിക്കും. തൽക്കാലം ഈ സ്റ്റെപ്പിനിയുടെ കഥ ബോസ് അറിയണ്ട. ഒരു ജാക്കി പോലും എന്താണെന്നറിയാത്ത പെൺകുട്ടികളാണല്ലോ ഈശ്വര. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. ഇങ്ങനെ ഡബിൾ മീനിങ് ഇട്ട് വെറുപ്പിച്ച് പണ്ടാരമടക്കും. പക്ഷെ എന്നിട്ട് ഹണി വളയില്ല. അവസാനം ഹണി പറയും ഇന്നെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. ഹണി മാരീഡ് ആണെന്ന് അറിഞ്ഞതും ഏട്ടൻ തകർന്നു പോകും. ഗൈസ് തകർന്നു പോകും. This is cheating. Absolutely cheating. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. ഏട്ടൻ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകും. പക്ഷെ എന്നിട്ടും പറ്റാതെ ആ കാട്ടുകോഴി ഓരോ അപരാധം പറഞ്ഞ് വെറുപ്പിച്ച് ഹണിയുടെ വീട്ടിൽ കയറും. ഞാനും വരട്ടെ. എങ്ങോട്ട്? ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരും. എനിക്കൊരു കുഴപ്പവുമില്ല. അതിനുശേഷം വെഡിങ് കേക്ക് മുറിക്കുന്ന കാര്യവും പറഞ്ഞ് അവിടുത്തെ കൊച്ചുമായി വൻ വെറുപ്പിക്കൽ. അത് കഴിഞ്ഞ് നോക്കുമ്പോ വീട്ടിലെ വേലക്കാരി അങ്ങോട്ട് വരും. പിന്നെ പറയണ്ടല്ലോ, ഏട്ടനെ ഒലിപ്പിച്ചൊലിപ്പിച്ച് വേലക്കാരിയെ വെറുപ്പിക്കും. എന്താ ഊര്? പിന്നെ മര്യാദയ്ക്ക് പുറത്ത് നല്ല ഫുഡ് മേടിച്ച് കഴിക്കാതിരുന്ന അവരെ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കി വെറുപ്പിക്കും. അതിനുശേഷം ഐസ്ക്രീം തരാൻ വന്ന ഡെലിവറി ഗേളിന്റെ അടുക്കൽ ചെന്ന് വൻ ഒലിപ്പീര്. ഗുഡ് ആഫ്റ്റർനൂൺ സർ, യുവർ ഓർഡർ. I am Lucky Singh. I am a bachelor. ഓക്കേ സർ. Your name? ലയ. പിന്നെ ഐസ്ക്രീം മേടിച്ച് കൊച്ചിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഏട്ടൻ ആനിവേഴ്സറി കേക്ക് അറിയാതെ തട്ടി താഴെയിടും. ഒന്നുകൂടി കാണിച്ചേ. അറിയാതെ തട്ടി വീണതാണെന്ന് പറയുകയില്ല. നാച്ചുറൽ അഭിനയം തന്നെ. അതോടെ എല്ലാവരും ഏട്ടനെ കലിപ്പിച്ചൊരു നോട്ടം. അത് മാറ്റാൻ വേണ്ടി ഏട്ടൻ അവിടെ ഒടുക്കത്തെ വെറുപ്പിക്കൽ ഡാൻസും പാട്ടും. നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ. അതും കഴിഞ്ഞ് അവിടെ നിന്നും പോയി ഏട്ടൻ ആരുമില്ലാത്തപ്പോൾ ഫ്ലാറ്റിലേക്ക് വീണ്ടും വരും. അപ്പോഴാണ് ഗൈസ് ട്വിസ്റ്റ്. ഏട്ടൻ സുദേവ് നായരെ വെടിവെച്ച് കൊല്ലും. എന്നിട്ട് ഹണിയുടെ കാറിന്റെ ഡിക്കിയിൽ ബോഡി ഒളിപ്പിക്കും. അങ്ങനെ പോലീസ് ഹണിയെ പൊക്കും. അറസ്റ്റിലായ ഹണിയെ 2 പോലീസുകാർ ചോദ്യം ചെയ്യും. ഒരെണ്ണമാണെങ്കിൽ വൻ കലിപ്പ് ഓഫീസർ, അതായത് അന്യൻ. ഒരെണ്ണമാണെങ്കിൽ കരുണയുടെ നിറകുടം, അതായത് അമ്പി. അയാളെ കൊല്ലാൻ നിങ്ങൾ ഉപയോഗിച്ച ആ തോക്ക് അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? പക്ഷെ ഹണി അവിടെ കിടന്ന് കരഞ്ഞു പറയും, സാറേ എനിക്കൊന്നും അറിയില്ല സാറേ. അങ്ങനെ ഹണിയെ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി ഗുണ്ടകൾ വന്ന് പോലീസുകാരെ അടിച്ചിട്ട് ഹണിയെ പിടിച്ചുകൊണ്ടുപോകും. എന്നിട്ട് ഹണിയെയും കൊണ്ട് അവർ ഒരു ഗോഡൌണിനുള്ളിലേക്ക് എത്തും. അപ്പോഴാണ് മോനെ വൺ ട്വിസ്റ്റ്. നമ്മുടെ ഹണി ചേച്ചി വിചാരിച്ചതുപോലെ ഒന്നുമല്ല, മാസ്ക ബാപ്പാണ്. അപ്പോഴാണ് ഏട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതെന്താ സംഭവം, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഏട്ടൻ വന്ന് അവിടെയുള്ള ഗുണ്ടകളുമായി വൻ ഫൈറ്റ്. അതിനിടയിൽ മാസ്ക ബാപ്പ് ഹണിച്ചേച്ചി അതിലെ വന്ന കാറിൽ കയറി കണ്ടം വഴി ഓടും. അടുത്ത സീനിൽ രഹസ്യങ്ങൾ ചുരുളഴിയുകയാണ്. എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അന്തം വിട്ട് നിൽക്കുന്ന അന്യൻ ഓഫീസറോടും അമ്പി ഓഫീസറോടും സിദ്ദിഖ് ആ രഹസ്യം വെളിപ്പെടുത്തും. സംഭവം എന്താണെന്ന് വെച്ചാൽ ലക്കി സിംഗ് എന്ന നമ്മുടെ ഏട്ടൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പേര് ശിവദേവ് സുബ്രഹ്മണ്യം.
He's from Central Crime Investigation Department. യെസ്, ഏജന്റ് എക്സ്, ഏജന്റ് യൂണിവേഴ്സ് ഓഫ് മലയാളം സിനിമ ഇൻഡസ്ട്രി. പിന്നെ ഏട്ടൻ ഹീറോ ആയതുകൊണ്ട് ഈ ട്വിസ്റ്റ് കാണിക്കുമ്പോൾ ഏട്ടനെ മാസ് ആയിട്ട് കാണിക്കണമല്ലോ. മേഴ്സിഡസ് ബെൻസ് കാറിൽ പരിവാരങ്ങളുമായി സ്ലോ മോഷനുള്ള ഒരു വരവ്, ഏട്ടന്റെ കൂടെ കുറെ ബ്ലാക്ക് കാറ്റുകളും. ഹൈ ജോറായിട്ടുണ്ട്. അപ്പൊ ഏട്ടൻ വന്നിരിക്കുന്നത് തട്ടിപ്പുകാരിയായ ഹണിച്ചേച്ചിയെ പിടികൂടാനാണ്. ഓരോ ആണുങ്ങളെ കല്യാണം കഴിച്ച് അവരുടെ ആദ്യ ആനിവേഴ്സറിക്ക് ഭർത്താവിനെ കേക്കിൽ വിഷമൊഴിച്ച് ഹണിച്ചേച്ചി കൊല്ലും. എന്നിട്ട് അങ്ങേരുടെ പേരിലുള്ള ഇൻഷുറൻസ് തുകയും തട്ടിയെടുത്ത് രക്ഷപ്പെടലാണ് ഹണിച്ചേച്ചിയുടെ സ്ഥിരം പണി. ഒരു വലിയ എമൗണ്ടിന് ഈ 3 പേരുടെയും ഭാര്യമാർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലെയിം കിട്ടിയതിന് ശേഷം പിന്നീട് അവരാരും കണ്ടിട്ടില്ല ഒരിക്കൽ പോലും. അവളെ തെളിവ് സഹിതം പിടികൂടാൻ വേണ്ടിയായിരുന്നു ഏട്ടന്റെ ഈ നാടകം. കേക്കിൽ വിഷമൊഴിച്ച് ഹണിച്ചേച്ചി കൊല്ലാൻ നോക്കിയ സുദേവ് നായരെ ഏട്ടൻ അൺഎക്സ്പെക്റ്റഡ് ആയി കേക്ക് തട്ടിമറിച്ചിട്ട് രക്ഷപ്പെടുത്തും. എന്നിട്ട് സുദേവ് നായരോട് കാര്യം പറയും. അത് കേട്ടപ്പോൾ സുദേവ് നായരാണെങ്കിൽ കിടന്നങ്ങ് ഒരേ മോങ്ങൽ. എന്റെ ഹണി അങ്ങനൊന്നും ചെയ്യില്ല, എന്നെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ. എട പ്രാന്താ, നിന്നെ കൊല്ലാൻ വന്നതാടാ അവള്. അങ്ങനെ ഒരു വിധത്തിൽ സുദേവ് നായരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവസാനം ഏട്ടൻ സുദേവിന്റെ ഫേക്ക് മർഡർ പ്ലാൻ ചെയ്യുന്നതും ഹണി അറസ്റ്റിലാകുന്നതും. അങ്ങനെ രക്ഷപ്പെട്ടോടിയ ഹണിയെ തേടി ഏട്ടൻ അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തെത്തും. എങ്ങനെ എത്തി എന്നൊന്നും ചോദിക്കരുത്, അതൊക്കെ ഏജന്റ് എക്സിനോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. അതെന്തൊരു വായനയാടാ നാറി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആരാണെന്ന് നോക്കണ്ടടാ കാര്യതേ. അങ്ങനെ ഹണി സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കാലിന്മേൽ കാലും കയറ്റി വെച്ച് ഏട്ടൻ സോഫയിൽ മാസ് ലുക്കിൽ അവിടെ ഇരിക്കുന്നു. അവരെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങി വരുന്നതുവരെ കാത്തിരിക്കാനുള്ള ഏട്ടന്റെ മനസ്സ് അത് നമ്മൾ കാണാതെ പോകരുത്. പക്ഷെ അപ്പോഴാണ് വീണ്ടും ട്വിസ്റ്റ്. ഹണിയുടെ വീട്ടിൽ വേലക്കാരിയായി നിന്ന തമിഴത്തിയാണ് ഹണിയുടെ കൂട്ടാളി. ഏട്ടനെ കണ്ട് ഓടേണ്ടതിന് പകരം ഹണിയുടെ കൂട്ടാളി വന്ന് ഏട്ടനെ തറപ്പിച്ച് നോക്കിയിട്ട് സ്റ്റെപ്പിൽ അങ്ങ് കുത്തിയിരിക്കും. ഓ ചേച്ചി വലിയ സംഭവമാണെന്ന് കാണിക്കാനുള്ള മൂവ്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഇത് കണ്ടതും വേറെ മൂഡിലേക്ക് പോയ ഹണിച്ചേച്ചി ഓടി വന്ന് അവളുമായി കിസ്സടി തുടങ്ങും. ഏട്ടനാണെങ്കിൽ ഇത് കണ്ട് നാണം വന്നിട്ട് മുഖം തിരിച്ചങ്ങ് നിൽക്കും. ഒന്നുകൂടി കാണിച്ചേ. ആ നാണം വന്ന് മുഖം തിരിക്കണ കണ്ടാ. 5 മിനിറ്റ് കഴിഞ്ഞ് ഏറ് കണ്ടിട്ട് നോക്കിയിട്ട് ഏട്ടൻ പറയും, ഇതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. അങ്ങനെ അവർ അവരുടെ ഫ്ലാഷ് ബാക്ക് കഥ പറയും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവര് ലെസ്ബിയൻ കപ്പിളായിരുന്നു. പണ്ട് ഇവരെ ഒരുമിച്ച് ഏതോ ഹിന്ദി നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് ലെസ്ബിയൻ പരിപാടിക്കിടയിൽ നാട്ടുകാർ വന്ന് പഞ്ഞിക്കിട്ട് അടിച്ചോടിക്കും. അങ്ങനെ അപമാനിച്ചതിന്റെ വൈരാഗ്യത്തിന് ഓരോരുത്തന്മാരെ കല്യാണം കഴിച്ച് ഇവരെ പഞ്ഞിക്കിട്ട ദിവസം കേക്കിൽ വിഷം കലർത്തി കൊല്ലും. അതിനിടയിൽ ഇവരുടെ ഒരു ലെസ്ബിയൻ പാട്ടുണ്ട്. അത് കണ്ട് എനിക്ക് നാണം വന്നു. ഇവരുടെ കഥ കേട്ട് സെന്റിയായി ഏട്ടൻ ഡയലോഗ് അടിക്കുമെങ്കിലും ഈ രാജ്യത്തെ നിയമപ്രകാരം നിങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണമെന്ന് ഏട്ടൻ പറയും. പക്ഷെ അത് കേട്ട് ഹണിച്ചേച്ചി പറയും, താൻ പോയി പണി നോക്കടോ കിളവാ, ഞങ്ങൾക്ക് നിയമത്തിലൊന്നും വിശ്വാസമില്ലെന്ന്. ഏത് നിയമം? We don't believe in your law. She is my law. അത് കേട്ട് പ്ലിങ്ങായി നിന്ന് ഏട്ടന്റെ നെഞ്ചും കൂടി നോക്കി ഹണിയുടെ പാർട്ട്ണർ ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുക്കും. ബോധം കെട്ട് വീണ ഏട്ടനെ അവർ കസേരയിൽ കെട്ടിവെക്കും. കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ എണീക്കും. അയ്യോ, ഹണിയും പാർട്ട്ണറും കൂടി ഏതോ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് ഏട്ടനെ കൊല്ലാൻ നോക്കുകയാണ്. അപ്പോഴാണ് ഒരു പുഞ്ചിരിയോടെ ഏട്ടന്റെ അടുത്ത ട്വിസ്റ്റ്. അതായത് ഇവരേത് മരുന്ന് വെച്ചാണ് ആളുകളെ കൊല്ലുന്നത് എന്നറിയാനായിരുന്നു ഏട്ടൻ പാവത്തെ പോലെ അഭിനയിച്ചത്. മരുന്ന് കിട്ടിയതും ഏട്ടനും അവരുമായി വൻ ഫൈറ്റ്. അവസാനം മുകളിൽ നിന്നും ഒറ്റ ചവിട്ടിന് ഏട്ടൻ ഹണിയുടെ പാർട്ട്ണറിനെ തീർക്കും. പടം തീർന്ന്. ഉദയ്ജി ഇമാതിരി കഥയുമായി ഇനി വരില്ലെന്ന പ്രതീക്ഷയോടെ ഞാനങ്ങ് പോകുവാണേ.